ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കേരളത്തിലെ അധികം ആരും അറിയപ്പെടാത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് പാണിയേലിപ്പോര്. രണ്ട് സൈഡിലും കാടായിട്ട് നടുവിലൂടെ കോൺക്രീറ്റ് റോഡിലൂടെ വേണം നമുക്ക് എൻട്രൻസിലേക്ക് എത്താൻ. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ഏകദേശം 23 കിലോമീറ്റർ മാറിയാണ് പാണിയേലിപ്പോര് സ്ഥിതി ചെയ്യുന്നത്. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലാണ്. 365 ദിവസം ഓപ്പൺ ആണ്. (2005) മുതലാണ് വനസംരക്ഷണ സമിതി രൂപീകരിച്ച് ടിക്കറ്റ് വെച്ച് ആളുകളെ കയറ്റി തുടങ്ങിയത്. കുടുംബമായും അല്ലാതെയും ഒരുപാട് പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. വേനൽക്കാലത്ത് പോകാവുന്ന മികച്ച സ്ഥലങ്ങളിലൊന്നാണ് പാണിയേലിപ്പോര്. ഒരു സൈഡ് കാട്, മറ്റേ സൈഡ് പുഴ, അതാണ് പാണിയേലിപ്പോര്. 50 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതി. പാണിയേലിപ്പോരിന്റെ മനോഹര കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. പ്രകൃതിയുടെ മനോഹാരിതയെ ഇഷ്ടപ്പെടുന്നവർക്കും കാടും പുഴകളും ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും പാണിയേലിപ്പോര് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ബൈക്ക് പാർക്ക് ചെയ്യാൻ പ്രത്യേക ഗ്രൗണ്ട് ഒന്നുമില്ല, മരങ്ങൾക്കിടയിലൂടെ കൊണ്ട് പാർക്ക് ചെയ്യാം. രാവിലെ 8 മണി തുടങ്ങി വൈകിട്ട് 4 മണി വരെയാണ് പ്രവേശന സമയം. 5 മണിക്ക് എക്സിറ്റ് ആണ്. ഇതിനകത്ത് കുറച്ച് വീടുകളുണ്ട്, അവർക്ക് 4 മണിക്ക് ശേഷം ഉള്ളിലേക്ക് കടക്കാൻ അനുവാദമുള്ളൂ. കാടിനകത്തായതുകൊണ്ട് പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. ചെക്കിംഗ് കഴിഞ്ഞ് വേണം നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ. കുറച്ചു നേരം കാടിനകത്തു കൂടെ നടന്നിട്ട് വേണം പാണിയേലിപ്പോരിലേക്ക് എത്താൻ. കാടിന് ഒത്ത നടുക്കിലൂടെയുള്ള യാത്ര ആയതിനാൽ ചീവീടുകളുടെയും മറ്റും സൗണ്ടും നമുക്ക് പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു. ഇന്റർലോക്ക് വഴികളാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. വഴിയോരങ്ങളിൽ ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ട്. രാത്രി കാട്ടാനകളും മറ്റും വെള്ളം കുടിക്കാനായിട്ട് ഈ പാത മുറിച്ച് കടന്നു പോകാറുണ്ട്. അതുകൊണ്ടാണ് വൈകുന്നേരത്തിന് ശേഷം ആർക്കും പ്രവേശനമില്ലാത്തത്. ഒന്നര കിലോമീറ്റർ കാടിനുള്ളിലൂടെയും പെരിയാറിന്റെ സൈഡിലൂടെയും നമുക്ക് നടക്കാൻ പറ്റും. അതാണ് പാണിയേലിപ്പോരിന്റെ ഭംഗി. കാടാണ്, ആനശല്യമൊക്കെ ഉണ്ട്, എന്നാൽ പകൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇലക്ട്രിക് ഫെൻസിങ്ങും ഉണ്ട്. ഇതുപോലെയുള്ള ഫെൻസിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പാതയിലൂടെ മാത്രം നടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സേഫ് ആണ്. ഇടവിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ടോയ്ലറ്റുകളെല്ലാം തന്നെ നല്ല ക്ലീൻ ആണ്. അതുപോലെ തന്നെ ഡ്രസ് ചേഞ്ചിങ് റൂമും ഉണ്ട്. വെള്ളത്തിലിറങ്ങി കുളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് പോകാവുന്നതാണ്. നമ്മളൊരു സ്പെയർ ഡ്രസ്സ് കയ്യിൽ കരുതിയാൽ മതി. നമ്മൾ പോയത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. എന്നാൽ ഒട്ടും തന്നെ ചൂടില്ല, നല്ല തണുപ്പാണ്. തണുപ്പും കൊണ്ട് കാട്ടിലൂടെ നടക്കാൻ നല്ല സുഖമാണ്. പോകുന്ന വഴിക്കൊക്കെ ഊഞ്ഞാലുകളുണ്ട്. കംപ്ലീറ്റ് കാടായതുകൊണ്ട് തന്നെ ഒരുപാട് വന്യജീവികൾ ഇറങ്ങുന്ന സ്ഥലമാണിത്. എന്നാൽ ഒട്ടും തന്നെ നമ്മൾ പേടിക്കേണ്ടതില്ല. എല്ലാ പോയിന്റിലും സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. അവർ പറയുന്നത് അനുസരിച്ച് നമ്മൾ നീങ്ങിയാൽ മതി. അവർ നിർദ്ദേശിക്കുന്ന ഭാഗത്ത് മാത്രം വെള്ളത്തിലിറങ്ങാൻ ശ്രദ്ധിക്കുക. കാട്ടുവഴികളെല്ലാം തന്നെ നല്ല നീറ്റാണ്. അതുപോലെ തന്നെ അപകട മേഖലകൾ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പന്തലിട്ട പോലെയാണ് മരങ്ങൾ നിൽക്കുന്നത്. ഇനി ഇവിടെ തുടങ്ങിയാണ് പെരിയാറിന്റെ വ്യൂ കണ്ടു തുടങ്ങുന്നത്. ഇനി റൈറ്റ് സൈഡിൽ കാടും ലെഫ്റ്റ് സൈഡിൽ പെരിയാറും. എന്നാൽ ഇവിടെ വെള്ളത്തിലിറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. സീറ്റിങ്ങിനായി ഒരുപാട് ബെഞ്ചുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്കതിലിരിക്കാം. ഇരുന്ന് നമുക്ക് പെരിയാറിന്റെ ഭംഗി ആസ്വദിക്കാം. കിഡിലൻ വ്യൂ ആണ്, ഒരു രക്ഷയില്ല.
ഒരിക്കലെങ്കിലും നമ്മളൊന്ന് കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ് പാണിയേലിപ്പോര്. ഇനി ഈ പാറക്കെട്ടുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വഴി തീർന്നെന്ന്. എന്നാൽ ഇനി പോകേണ്ടത് ഇതിന്റെ സൈഡിലൂടെ വേണം പോകാനായിട്ട്. പാണിയേലിപ്പോര് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണെങ്കിലും വളരെ അപകടം പിടിച്ച ഒരു സ്ഥലം കൂടിയാണ്. ഇവിടുത്തെ കല്ലുകളിലെ വഴുക്കലും അഗാധ ഗർത്തങ്ങളും പല അപകടങ്ങളും മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മളും വളരെയധികം സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, എൻജോയ് ചെയ്യുക. ഇവിടം മുതൽ നമുക്ക് വെള്ളത്തിലിറങ്ങാനുള്ള പെർമിഷൻ ഉണ്ട്. വെള്ളത്തിലിറങ്ങുമ്പോൾ പാറയിൽ തെന്നി വീഴാതെയും കുഴികളിൽ പെടാതെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു കാടായിട്ടും ബീച്ച് സൈഡിലെ മണൽ പോലെയാണ് ഇവിടുത്തെ ഈ ഭാഗത്തെ മണ്ണും കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗത്തെ ആഴം കുറഞ്ഞ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാവുന്നതാണ്. ഇതുപോലുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. കാട്ടുവഴി തീർന്നാൽ പിന്നെ പാറകളുടെ മുകളിലൂടെ വേണം പോകാനായിട്ട്. ചില സ്ഥലങ്ങളിൽ മുള കൊണ്ട് ഇതുപോലെ നിർമ്മിച്ച ചെറിയ ചെറിയ പാലങ്ങളുണ്ട്. പോരിലേക്ക് എത്തേണ്ട വഴി കൃത്യമായി ആരോ മാർക്കിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കാലത്ത് വെള്ളം കൂടുമ്പോൾ നടുക്കുള്ള വെള്ളച്ചാട്ടത്തിലൊന്നും പോകാൻ പറ്റില്ല. ഡിസംബറോടുകൂടി താൽക്കാലിക പാലങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് പോര് എന്ന വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ കഴിയും. ഭൂതത്താൻകെട്ട് ഇടമലയാർ ഭാഗത്തു നിന്ന് ഒഴുകി വരുന്ന പെരിയാർ പാണിയേലി ഭാഗത്ത് എത്തുന്നതോടെ പാറയിലൊക്കെ തട്ടിയിട്ട് പല വശത്തേക്ക് പിരിയുന്നുണ്ട്. അവിടെ നിന്ന് 3 ഭാഗങ്ങളിലൂടെ ഒഴുകി വരുന്ന പുഴ വീണ്ടും കുത്തിയൊലിച്ച് വന്ന് സംഗമിക്കുന്നുണ്ട്. അതായത് പെരിയാർ നദി തന്നെ വന്നിട്ട് 3ആയി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ജോയിൻ ആകുന്നതിനാണ് പോര് എന്ന് പറയുന്നത്. അതായത് പാണിയേലി പോരിലെ പുഴവെള്ളം പോരടിക്കുന്നു, അതായത് വഴക്കിടുന്നു എന്നാണ് സങ്കല്പം. പാണിയേലി പോരെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. മെയിനായിട്ട് അവിടെ ഉള്ളത് ഒരു 1.5 കിലോമീറ്റർ വാക്ക് വേ എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ കാടും അപ്പുറത്തെ സൈഡിൽ പുഴയും, അതിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അതുപോലെ തന്നെ വെള്ളച്ചാട്ടം, പിന്നെ കുളിക്കാനുള്ള സൗകര്യം, ഊഞ്ഞാല്, ഏറുമാടം, ഇതിനൊന്നും പ്രത്യേക ഫീസോ കാര്യങ്ങളൊന്നും തന്നെയില്ല. നമുക്ക് ഒരു ദിവസം ഒരു 1 ഡേ വീക്കെൻഡ് നമുക്ക് അടിച്ചു പൊളിക്കാനായിട്ട് പാണിയേലി പോര് തന്നെ തിരഞ്ഞെടുക്കാം.